കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പൊ ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഈശോ വിശുദ്ധ സുവിശേഷത്തിൽ പറഞ്ഞൊരു വാക്യത്തിനെ കുറിച്ച്, ഒരു വചനത്തിനെ കുറിച്ചാണ്. വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 22-23 വാക്യങ്ങളെ കുറിച്ചാണ്. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നിങ്ങളിലെ ഒരു പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ണുപയോഗിക്കുന്നത് കാണാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഇന്ന് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സിനിമകളെ കുറിച്ചാണ്. അപ്പം ഒരു നമ്മളൊരു കഥ കേൾക്കുന്നതിനേക്കാളും കൂടുതലും, ഒരു കഥ വായിക്കുന്നതിനേക്കാളും കൂടുതലും നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, ഒരു കഥ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് നന്നായിട്ട് നിൽക്കും. മറന്നു പോകാതെ നല്ല സൂപ്പറായിട്ട് നിൽക്കും. അപ്പൊ ഈ നമ്മൾ കാണാൻ പാടില്ലാത്ത, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയതയൊക്കെ നഷ്ടപ്പെടും, നമ്മുടെ സ്പിരിച്വാലിറ്റിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന 3 തരം സിനിമകളുണ്ട്. ആ സിനിമകളെ കുറിച്ച് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ടൈപ്പ് സിനിമയാണ് നമ്മുടെ 18+ സിനിമ. അതായത് അഡൾട്ട് ഒൺലി കണ്ടന്റ് സിനിമ. അങ്ങനത്തെ സിനിമ നിങ്ങൾ കണ്ടാൽ എന്താ പ്രശ്നം എന്നറിയാമോ? അങ്ങനത്തെ സിനിമകൾ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു അങ്ങനത്തെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി സാത്താൻ നമ്മുടെ കൂടി ആധിപത്യം സ്ഥാപിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി സാത്താൻ്റെ സ്വന്തമായിട്ട് മാറും. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ സിനിമയൊന്നും കാണാൻ പോകാതിരിക്കുക. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു ജനറേഷനിൽ അങ്ങനത്തെ സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നു. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അതുപോലത്തെ സീരീസും കാര്യങ്ങളൊക്കെ നിരവധിയുണ്ട്. നമ്മൾ വഴിതെറ്റിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ച് ബട്ടൺ ഒന്ന് ഓണാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ അതിൽ നിന്നും പെടാതെ, അങ്ങനത്തെ സിനിമകളൊന്നും കൂടുതൽ കാണാതെ നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കാനും നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാനും ശ്രമിക്കണം. അപ്പോൾ നമ്മൾ 18+ സിനിമകളൊന്നും കാണാൻ പാടില്ല. അതിനകത്തൂടെ അവർ കാണിച്ചിരിക്കുന്നത് എന്തുവാ? ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും പവിത്രമായിട്ടുള്ള ഒന്നാണ് ലൈംഗികത എന്ന് പറയുന്നത്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സന്താന ഭാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന അത്രയും പവിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത്. അതിനെ അവർ മിസ്യൂസ് ചെയ്ത് ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അതിനെ വീഡിയോ എടുത്ത് പുറം ലോകത്തിലേക്ക് എത്തിക്കുന്ന കുറച്ച് പരിപാടികളൊക്കെയാണ് ആ വീഡിയോക്കകത്തും സിനിമക്കകത്തൊക്കെ അവർ കാണിക്കുന്നത്. അപ്പോൾ അത് കാണുന്ന നമുക്കും അത് അഭിനയിക്കുന്ന അവർക്കും ഭയങ്കര പ്രശ്നമായി. ഇത് ഈ സിഗരറ്റും ബീഡിയും പോലെ തന്നെ അഡിക്റ്റ് ആവുന്ന ഒരു സംഭവം പോണോഗ്രഫി എന്ന് പറയുന്നത്. അതിനകത്ത് വീഡിയോ ഉപയോഗിക്കുന്നത് നമ്മൾ അതിനകത്ത് നിന്ന് പുറത്തു വരാൻ ഭയങ്കര പാടായിരിക്കും. എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട്, എടാ ഞാൻ ഇതിനകത്ത് പെട്ട് കിടക്കുമ്പോൾ എനിക്ക് ഇതിനകത്ത് പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് പുറത്തേക്ക് വന്നെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഇത് ഉപേക്ഷിക്കുവാനും നമ്മൾ ചിന്തിക്കാം. അത് നമ്മുടെ തീരുമാനം എടുക്കണം. അതുപോലെ ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയുടെ സഹായം കൂടാതെ നമുക്ക് ഇതിനകത്ത് പുറത്തു വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിനകത്ത് നിന്ന് പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ ഇങ്ങനത്തെ സിനിമകളൊന്നും കാണാൻ പോകാൻ പാടില്ല. നിങ്ങൾക്ക് കാണാൻ വേറെ എത്രയോ നല്ല സിനിമകൾ ഈ ലോകത്ത് ഇറങ്ങുന്നുണ്ട്. അതുപോലത്തെ സിനിമകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ 18+ സിനിമ, അഡൾട്ട് കണ്ടന്റായിട്ടുള്ള സിനിമകളൊന്നും കാണാൻ പോകാതിരിക്കുക. ഈ ജനറേഷനിൽ ഒരുപാട് അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് സിനിമ ഏതാണെന്ന് വെച്ചാൽ വയലൻസ് സിനിമ. അതായത് ഒരുപാട് വയലൻസിലൊക്കെ കുത്തിനിറച്ചിരിക്കുന്ന സിനിമ. ഇപ്പോൾ നമ്മുടെ 2024 വർഷത്തിൽ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, മാർക്കോ എന്ന പേര്. ഞാനാണെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. ആ ടൈമിൽ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് ആലോചിച്ചിട്ട് എന്തോ പോലെ, ഞാൻ ആ സിനിമ കണ്ട് എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു, ഞാൻ തിയേറ്ററിലേക്കും കൈയടിച്ചല്ലോ എന്നൊക്കെ എനിക്കിപ്പം ഈ ഒരു ദൈവ സാന്നിധ്യത്തിൽ മീൻസ് നോക്കി കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നു. ആ ഒരു സിനിമയിൽ കഥ വെച്ച് നോക്കാനാണെങ്കിലും ഒന്നുമില്ല. ഒരു കുടുംബക്കാർ വേറൊരു കുടുംബക്കാരെ ദ്രോഹിക്കുന്നതും മാരകമായിട്ട് കൊല്ലുന്നതൊക്കെ അതിനകത്ത് കാണിക്കുന്നത്. കൊച്ചു കുട്ടികളെ പോലും ഭയങ്കര ക്രൂരമായിട്ട് കൊല്ലുന്ന സീൻസൊക്കെ അതിനകത്ത് കാണിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ അങ്ങനത്തെ സിനിമകളൊന്നും കാണാതെ നല്ല നല്ല സിനിമകൾ കാണാൻ വേണ്ടി ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇതുപോലെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രതികാര മനോഭാവവും വെട്ടും കുത്തും അങ്ങനത്തെ മനോഭാവമൊക്കെ കൂടി വളർന്നു പോയി. പിന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക് പോയി നമ്മളും അങ്ങനത്തെ ആ ഒരു മൈൻഡിലേക്ക് വരും. എന്താണ്, ആരെങ്കിലും കണ്ടാൽ ഇടിക്കണം, ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു മൈൻഡിലേക്ക് വരും. അതാണ്. അപ്പം നിങ്ങൾ ഈ വയലൻസ് ഉള്ള സിനിമ കാണാതിരിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമ ഇറങ്ങുന്നത് ഹോളിവുഡിലും അതുപോലെ കൊറിയനിലുമാണ്. ഈ 2 സിനിമയിലും ഒരുപാട് വയലൻസ് ഉള്ള സീൻസൊക്കെ ഉണ്ടാവും. നമ്മുടെ മലയാളത്തിൽ വയലൻസ് ഉണ്ടാകുമെങ്കിലും അത്രയും ഇതാവാറില്ല. മാർക്കോനകത്ത് ഭയങ്കര വയലൻസ് ഉണ്ട്. ഞാൻ അത് ആ സമയത്ത് കണ്ടപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം പക്ഷേ എനിക്ക് ഈ ഒരു സാന്നിധ്യം നോക്കിയിട്ട് അത് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിനിമകൾക്കൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കുക. സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആയുധമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മാറ്റാൻ വേണ്ടി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹൊറർ സിനിമ. ഈ ഹൊറർ സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് ഒരു പ്രത്യേക ഫാൻസ് തന്നെയുണ്ട്. ചിലർ ഹൊറർ സിനിമ മാത്രം കാണാൻ തിയേറ്ററിൽ പോകുന്നവരുണ്ട്. ചിലർ ഹൊറർ സിനിമാസ് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന ഈ കാഞ്ചന, അതുപോലെ മലയാളത്തിലെ ആകാശഗംഗ, അങ്ങനത്തെ സിനിമാസ് അതെന്ന് പറഞ്ഞാൽ മീൻസ് നമ്മുടെ അതിനകത്ത് പ്രേതമായിട്ടുള്ള ആളെ കൊല്ലുന്നു,
അയാൾ നായകയുടെ മേത്ത് കയറി പ്രതികാരം ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന സിനിമകളൊക്കെ ഉള്ളത്. അപ്പം ഞാനീ പറഞ്ഞത് ഹോളിവുഡ് ലെവൽ സിനിമ, അതുപോലെ കൊറിയൻ ലെവൽ സിനിമാസിനകത്തൊക്കെ ഈ നണ്ണ്, കോഞ്ചറിങ് അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഇനി സാത്താൻ സേവ ചെയ്യുന്ന സിനിമകളൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മളോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ പൈശാചിക സാന്നിധ്യങ്ങൾ വരും. നമ്മളിലും അറിയത്തില്ല. നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളിലും അറിയാത്ത പൈശാചിക സാന്നിധ്യം വന്നിട്ട് നമ്മൾ പിന്നെ ദൈവത്തിനോടുള്ള ഇഷ്ടം മാറി ഈ സാത്താനോടുള്ള ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴേക്കും ഞാൻ ഒരു റീല് കണ്ടതാ. എമ്പുരാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു അച്ഛൻ്റെ അടുത്തൊരു കൊച്ച് പറഞ്ഞതാ, എനിക്കിപ്പോൾ കുരിശ് കാണുമ്പോൾ എന്തോ പോലെയാണ്, കുരിശ് കാണുമ്പോൾ ഭയങ്കര വിറവലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കാൻ അത്രമാത്രം പ്രാധാന്യം അത്രമാത്രം ശക്തിയുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഹൊറർ സിനിമകൾക്കൊന്നും തല കൊടുക്കാനേ പാടില്ല. ഹൊറർ സിനിമ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. അപ്പം ഒരുപാട് സിനിമകൾ ഹൊററായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ആത്മീയത നഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ ഇപ്പം ഈ ജനറേഷനിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഹൊറർ സിനിമകൾക്ക് നിങ്ങൾ തല വെച്ച് കൊടുക്കാതിരിക്കുക. ഹൊറർ സിനിമകൾ കണ്ടാലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. നമ്മൾ സാത്താൻ്റെ ആധിപത്യത്തിലായിരിക്കും ജീവിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് സിനിമകളുണ്ട്. നല്ല നല്ല സിനിമകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, സ്വർഗ്ഗം, അതുപോലെ ഹോപ്പ്, പിന്നെ ടൂറിസ്റ്റ് ഫാമിലി, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണാം. അതൊക്കെ അതൊക്കെ ആ ഒരു സിനിമയിലൊക്കെ നന്മയുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹോപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ സുവിശേഷ പ്രസംഗത്തിന് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ ഒരുപാട് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട് കുറേ സിനിമകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാണാതിരിക്കുക. പിന്നെ നമ്മുടെ ആത്മീയതയേക്കാളും വലുതായിട്ട് ഒന്നുമില്ല. ഈ സിനിമയൊക്കെ നമ്മൾ കാണും, പോകും, അത് വന്നു പോകും. പക്ഷേ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രം. അവിടെ സിനിമക്കാർക്കും ഇല്ല. അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അഭിനയിക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു. നമ്മളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ കാണേണ്ട സിനിമ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. അത് നമ്മൾ വിചാരിക്കും പാഷൻ ഓഫ് ക്രൈസ്റ്റിനകത്ത് മൊത്തം വയലൻസ് ഇല്ലേ, ഈശോയുടെ കയ്യിൽ ആണിയടിച്ച് കയറ്റുന്നു, ചമ്മട്ടി കൊണ്ടടിക്കുന്നു. അത് കണ്ടാൽ എന്തായി പാവമില്ലെന്ന് ചോദിക്കും. ആ ഒരു സിനിമ കണ്ടിട്ട് മാനസാന്തരപ്പെട്ട ഒരുപാട് പേരുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയും ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനെ പിടിച്ച് അവരെ അസൂയ കൊണ്ട് കൊല്ലുന്നൊരു സിനിമ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രതികാര മനോഭാവമൊന്നും വരത്തില്ല. നമുക്ക് സഹതാപവും സങ്കടവും റിപ്പൻറ്റൻസും അനുതാപവും ഒക്കെ വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഈശോയിലേക്ക് തിരിയാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഞാൻ പറഞ്ഞ ഈ മാർക്കോ അതുപോലെ വേറെ വയലൻസുള്ള സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രതികാര മനോഭാവമൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും ഫാഷൻ ഓഫ് സറൈസ് കണ്ടിട്ട് പ്രതികാര മനോഭാവം ഉണ്ടായ ഒരാളെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാകത്തുമില്ല. അപ്പോൾ പാഷൻ ഓഫ് സറൈസ്, പിന്നെ ചോസൻ, സൺ ഓഫ് ഗോഡ്, അങ്ങനെ ഒരുപാട് സിനിമകൾ നിങ്ങൾക്ക് കാണാം. നല്ല നല്ല വിശുദ്ധരുടെ കഥകളും വിശുദ്ധരുടെ സിനിമകളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ഈ വെട്ടും കുത്തും മാത്രം കണ്ടാൽ പോരാ. അതൊന്നും നമ്മൾ മാക്സിമം കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനത്തെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വാലിറ്റിക്കാണ് പ്രശ്നം. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ളവരായിട്ട് മാറാൻ വേണ്ടിയല്ലേ. ഇങ്ങനത്തെ സിനിമയൊക്കെ കണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചാലേ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കുന്നവർക്കും ഇതുപോലെ അഭിനയിച്ചാലും പ്രശ്നമാണ്. നമ്മളിങ്ങനെ സിനിമയിൽ കാണാൻ പോയാൽ മാത്രം പോരാ. ഇതിൽ അഭിനയിക്കുന്നവർ അവർ പൈസക്ക് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. അപ്പം അവർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, ഉള്ളറിഞ്ഞ് അനുദരിച്ചില്ലെങ്കിൽ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ സിനിമയൊന്നും കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ഈ കാര്യങ്ങൾ കുറച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 കാറ്റഗറി. ഒന്നാമത്തേത് 18+ സിനിമ, രണ്ടാമത്തേത് വയലൻസ് ഉള്ള സിനിമ, മൂന്നാമത്തേത് ഹൊറർ സിനിമ. ഈ 3 സിനിമകൾ നിങ്ങൾ പ്രത്യേകം കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാത്ത ഒരുപാട് സിനിമകളുണ്ട്. ഫാമിലി എൻ്റർടൈനർ ഉണ്ട്, കോമഡി ഉണ്ട്, അതുപോലെ ത്രില്ലർ സിനിമയൊക്കെ പിന്നെയും കാണാം. അതിനകത്ത് വലിയ ഇതൊന്നും കാണത്തില്ല. ത്രില്ലർ സിനിമ ഉള്ളതുണ്ട്, പക്ഷെ കൂടുതലും എന്നൊന്നും ഇല്ലാത്ത സിനിമകളാണ് നമുക്ക് കൂടുതൽ കാണുന്നത്. അത് കാണാം. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഫാൻറ്റസി കാണാം. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വയലൻസും ഈ 18+ ആണ് നിങ്ങൾ ഒട്ടും കാണാൻ പാടില്ലാത്തത്. അതുപോലെ ഹൊററും. ഈ 2 സിനിമകൾ ഒരിക്കലും രണ്ടിനും ഒരിക്കലും തലവെച്ച് കൊടുക്കാൻ പോകാൻ പാടില്ല. അപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.